പറയാൻ പോകുന്നത് ഹെയർ കളർ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഹെയറിൽ കളർ ചെയ്യുന്ന സമയത്ത് മുടിക്ക് കുറച്ച് ഡാമേജ് ഒക്കെ സംഭവിക്കും. അപ്പോൾ ഈ ഡാമേജ് വരുമ്പോഴത്തേക്ക് മുടി പഴയതുപോലെ പിന്നെ എന്താ പറയുക ആ ഒരു ഷൈ കിട്ടത്തില്ല ഹെയറിന്. പിന്നെ മുടിയൊക്കെ പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഹെയർ കളർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹെയർ കളർ ചെയ്യുന്ന മുടി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ വീണ്ടും ആ ഹെയർ നമുക്ക് പഴയതുപോലെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ഈ ഹെയർ കളറിൽ കൂടുതലും കെമിക്കൽസ് ആണ് ഉള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഈ എന്താ പറയുന്ന അമോണിയയും ഹൈഡ്രജൻ പെറോക്സൈഡൊക്കെ ധാരാളം ഈ കെമിക്കൽസിൽ ഉണ്ടാവും. ഇപ്പോൾ ഈ മുടിയിലെ കളർ ചെയ്യുന്ന സമയത്ത് മുടിക്ക് തിളക്കമൊക്കെ കുറയും. പിന്നെ ചിലർക്ക് ഈ ഹെയർ കളർ അലർജിക്ക് ഉണ്ടാവും. അതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഹെയർ കളർ ചെയ്യുന്നതിന് മുമ്പ് ഈ ചർമ്മത്തിൽ നമുക്ക് കയ്യിലൊക്കെ ശകലം ഒന്ന് തേച്ച് നോക്കണം. ഈ ഹെയർ കളർ അലർജിക്ക് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെയുള്ളവർ ഹെയർ കളർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഹെയർ കളർ ചെയ്തതിന് ശേഷവും മുടി നമുക്ക് ഒരുവിധം നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും. എങ്ങനെയെന്നുള്ളതല്ലേ നമുക്കത് നോക്കാം. ഈ ഹെയറിൽ കളർ ചെയ്യുന്നതിന് തൊട്ട് ദിവസം, അതായത് ഹെയർ കളർ ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഹെയർ കളർ ചെയ്തതിന് ശേഷവും ഈ കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കുക. അതിനുശേഷം നമുക്കിപ്പം ഹെയർ കളർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മുഖത്തിന് അനുയോജ്യമായ രീതിയിൽ, അതായത് മുഖത്തിന് നമുക്ക് ചേരുന്ന രീതിയിൽ ഹെയർ ഒന്ന് അവരുടെ മുഖത്തിന് ചേരുന്ന രീതിയിൽ ഹെയർ ഒന്ന് കട്ട് ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അത് ഫേസിനും കൂടെ ചേരുന്ന രീതിയിൽ വേണം ഹെയർ കട്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ നിറം, നമ്മുടെ ഓരോരുത്തരുടെയും നിറത്തിനനുസരിച്ചുള്ള ഹെയർ കളർ വേണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഓരോരോ കളറിന് ചേരുന്ന നിറം വേണം നമ്മളെപ്പോഴും ഹെയറിന് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ആ ഹെയറിന് ഫേസിന് നല്ല ഭംഗി കാണും. ഭംഗിയെടുത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി ഒന്ന് എന്താ പറയുന്നത് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹെയറിന് ഉപയോഗിക്കുന്ന കളർ എപ്പോഴും നമ്മുടെ നിറത്തിന് യോജിച്ചതായിരിക്കണം. അവരവരുടെ നിറത്തിന് യോജിക്കുന്ന കളർ ആയിരിക്കണം നിങ്ങളുടെ ഹെയറിൽ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ആദ്യമായിട്ട് ഹെയർ കളർ ചെയ്യുന്നവർ സ്കിന്നിൽ പിന്നെ ശകലം ഒന്ന് കയ്യിൽ ശകലം ഒന്ന് തേച്ച് നോക്കുക. അലർജിക്കാണോ എന്നുള്ളത് നോക്കണം. അലർജിക്കുള്ളവർ ദയവ് ചെയ്ത് ഹെയർ കളർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹെയർ കളർ പിന്നെ അലർജിക്കുള്ളവർ ഉപയോഗിക്കരുത്. പിന്നെ ഈ ഹെയർ കളർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹെയർ കളർ ചെയ്യുന്ന പിന്നെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിക്കരുത്. എപ്പോഴും തണുത്ത വെള്ളം വേണം ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ചൂടുവെള്ളം ഒരിക്കലും ഹെയർ വാഷ് ചെയ്യാൻ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഹെയർ കളർ പ്രൊട്ടക്ഷനുള്ള ഷാമ്പുവും കണ്ടീഷണറും മാത്രം ഉപയോഗിക്കുക. ഹെയർ കളർ പ്രൊട്ടക്ഷനുള്ള ഷാമ്പുവും കണ്ടീഷണറും മാത്രം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഹെയർ കളർ അങ്ങനെ നിലനിർത്താനും അതിനൊരു ഹെയറിന് ഒരു സംരക്ഷണം കൊടുക്കാനും ഇതിന് സാധിക്കും. ഇതുപോലത്തെ ഇത്രയും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഹെയർ കളർ ചെയ്ത മുടി വീണ്ടും നമുക്ക് പഴയതുപോലെ സംരക്ഷിക്കാൻ പറ്റും.